യങ് ആയിട്ടുള്ളവരടക്കം ഒരുപാട് പേര് മരണപ്പെടുന്നതിന് ഒരു പ്രധാന കാരണമാണ് ഹാർട്ട് അറ്റാക്ക്. ഹാർട്ട് അറ്റാക്ക് നമുക്ക് വരാൻ ചാൻസ് ഉണ്ടോ എന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് കുറച്ച് ബ്ലഡ് ടെസ്റ്റുകളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് ഫസ്റ്റ് വൺ ലിപ്പിഡ് പ്രൊഫൈൽ. കൊളസ്ട്രോള്, ട്രൈഗ്ലിസറൈഡ്, LDL ഇതിന്റെ ലെവൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആർട്ടറിയിൽ ഫാറ്റ് ഡിപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്തത് HbA1c ടെസ്റ്റ്. 3 മാസത്തിനിടയിലുള്ള നമ്മുടെ ബ്ലഡ് ഷുഗറിന്റെ ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് HbA1c ടെസ്റ്റ്. ഇത് കൂടുതലാണെങ്കിൽ നമുക്ക് ഷുഗർ കൂടുതലാണെന്നും നമുക്ക് ഹാർട്ട് അറ്റാക്ക് വരാനുള്ള അല്ലെങ്കിൽ ഹാർട്ട് ഡിസീസ് വരാനുള്ള ചാൻസ് കൂടുതലാണെന്നും മനസ്സിലാക്കാം. അടുത്തതായി അപ്പോലിപ്പോപ്രോട്ടീൻ എ. ഇതൊരു പ്രോട്ടീനാണ്, ഗുഡ് കൊളസ്ട്രോളിൽ കാണുന്ന ഒരു പ്രോട്ടീനാണ്. നമ്മുടെ ഹാർട്ടിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒന്നാണ്. ഇത് നമ്മുടെ ബ്ലഡിലുള്ള എക്സസ് ആയിട്ടുള്ള കൊളസ്ട്രോളിനെ നശിപ്പിച്ച് കളയാൻ സഹായിക്കുന്നതാണ്. ഇതിന്റെ ലെവൽ കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹാർട്ട് ഡിസീസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്, ഹാർട്ട് അറ്റാക്കിനുള്ള റിസ്ക് കൂടുതലാണ്. അടുത്തത് HSCRP, ഹൈ സെൻസിറ്റിവിറ്റി സി റിയാക്റ്റീവ് പ്രോട്ടീൻ. ഇതിന്റെ ലെവൽ കൂടുതലാണെങ്കിൽ നമ്മുടെ ബ്ലഡ് വെസൽസിൽ ഇൻഫ്ലമേഷൻ കൂടുതലായിരിക്കും, നമുക്ക് ഹാർട്ട് ഡിസീസ് വരാനുള്ള ചാൻസും കൂടുതലായിരിക്കും. അടുത്തത് ഹോമോസിസ്റ്റീൻ ടെസ്റ്റ്. ഇത് നമ്മളെ ബ്ലഡിൽ കാണുന്ന ഒരു അമിനോ ആസിഡ് ആണ്. ഇത് കൂടുതലാണെന്നുണ്ടെങ്കിൽ നമ്മളെ ബ്ലഡ് വെസൽസിനെ നശിപ്പിച്ച് കളയും. ഇത് കാരണം ഹാർട്ട് ഡിസീസ്, സ്ട്രോക്ക് പോലുള്ള വരാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. ഇനി നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ഒരു ടെസ്റ്റാണ് വേസ്റ്റ് സർക്കംഫറൻസ് മെഷർമെന്റ്. നമ്മുടെ വയറിന് ചുറ്റും മെഷർ ചെയ്ത് നോക്കുന്നതിനാണ് വേസ്റ്റ് സർക്കംഫറൻസ് എന്ന് പറയുന്നത്. ഇത് പുരുഷന്മാരിൽ 90 സെന്റിമീറ്ററിന് താഴെയായിരിക്കണം, സ്ത്രീകളിൽ 80 സെന്റിമീറ്ററിന് താഴെയായിരിക്കണം. ഇതിൽ കൂടുതലാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് വിസറൽ ഫാറ്റ് കൂടുതലാണെന്ന് അർത്ഥം. അതായത് നമ്മുടെ അവയവങ്ങൾക്ക് ചുറ്റും കൊഴുപ്പ് അടിഞ്ഞു കിടക്കുകയാണ്. ഇങ്ങനെയുള്ളവർക്ക് ഹാർട്ട് ഡിസീസ് പോലുള്ളവ വരാൻ ചാൻസ് കൂടുതലായിരിക്കും.